കെ രാഗേഷും ദിവ്യസ് അയ്യരും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാവുന്നതാണ്. മുമ്പ് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 2025 ഏപ്രിൽ മാസത്തിൽ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ അഭിനന്ദന പോസ്റ്റുമായി ദിവ്യസ് അയ്യർ വന്നത് പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അന്ന് ദിവ്യസ് അയ്യർ പങ്കുവച്ച പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട്. താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് അസ് വിത്ത് utmost respect and art that is getting endangered in power corridors across the globe എന്നായിരുന്നു ആ പോസ്റ്റ് പങ്കുവച്ചത്. ആ പോസ്റ്റ് പലവിധ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദിവ്യസ് അയ്യരുടെ ഭർത്താവിനെ നമുക്കറിയാം, ശബരിനാഥ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ CPMൽ വിശ്വസിക്കുന്ന ഒരാളെ ദിവ്യസ് അയ്യരെ പോലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ വന്ന് പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നത് ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയുന്ന ഒരു വ്യക്തിയല്ല ദിവ്യസ് അയ്യർ. ഇപ്പോഴിത് പറയാനുള്ള കാരണം, VD സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ദിവ്യസ് അയ്യരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പല വിവാദങ്ങളും ഇടതുപക്ഷം ഉയർത്തുന്ന സമയം കൂടിയാണ്. VD സതീശൻ സർക്കാർ ഒരു കുത്തക കമ്പനിക്ക് വിഴിഞ്ഞം എഴുതി നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു വേളയിലാണ് ഇപ്പോൾ ദിവ്യസ് അയ്യർക്ക് വേണ്ടിയിട്ട് KKR, അതായത് KK രാഗേഷ് ഒരു കവചം തീർത്തുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ദിവ്യസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് നീക്കിയത് അദാനിക്ക് വേണ്ടിയെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്റ് വായിക്കാം. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി VD സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃശ്ചികമല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല, സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമാക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ ദിവ്യസ് അയ്യർ IASനെ രാഖിരാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാൾ. അദാനി പോർട്ട് അധികൃതർ ജൂൺ 29 വിഴിഞ്ഞം തുറമുഖത്തിന് 49% ഓഹരി കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നു. തുടർന്ന് സെബിയുടെ അംഗീകാരത്തിനായി തിരക്കിട്ട നീക്കവും നടക്കുന്നു. മുഖ്യമന്ത്രി VD സതീശിന്റെ താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള നിയമസഭയിലെ മറുപടിയും നാം കാണുന്നു. അത് ഏറ്റുപിടിച്ച് ചില നിഷ്കളങ്ക മാധ്യമങ്ങളും രംഗത്തിറങ്ങുന്നു. അസൽ ക്രിമിനൽ ബുദ്ധി കൊള്ളാം. മുഖ്യന്റെ അഭിനയങ്ങൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതിനായകന്റെ കപടമുഖം ഇനിയാണ് മറ നീക്കി പുറത്തു വരാൻ തുടങ്ങുന്നത്. ഭരണം RSSനെ പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പൊതുമുതൽ അദാനിക്ക് തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞു. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥയിൽ അദാനി അധികൃതർ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം വരുത്താൻ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അത് തടയുന്നതിന് സംസ്ഥാന താൽപര്യാർത്ഥം അതീവ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യസ് അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പലതവണ നീക്കമുണ്ടായി. പോർട്ടിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അദാനിയുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്ത ഉടനെ ആ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനാണ് മംഗലാപുരം യാത്ര നടത്തിയത്? ആ ഫ്ലൈറ്റിന്റെ വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ആര് വഹിച്ചു? ഭരണമാറ്റം ഉണ്ടായ ഉടനെ തന്നെ തന്ത്രപ്രധാനമായ ഒരു പ്രൊജക്ടിന്റെ മേധാവി ഡോക്ടർ ദിവ്യസ് അയ്യരെ സ്ഥലം മാറ്റി പകരം ഒട്ടും അനുഭവ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ വാക്കാൽ അനുമതിയില്ലാതെ കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഓഹരി വിൽപ്പനയ്ക്കുള്ള കരാർ ഉണ്ടാക്കാനും തുടർ നടപടി സ്വീകരിക്കാനും അദാനി ധൈര്യപ്പെടില്ല എന്ന് തന്നെയാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത്.
പലതവണ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ഒന്നിനും മുഖ്യമന്ത്രി കൃത്യമായി പ്രതികരിക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിനായി സംസ്ഥാന സർക്കാർ 5400 കോടി രൂപ ചെലവഴിച്ചപ്പോൾ അദാനി ചെലവഴിച്ചത് 2400 കോടി രൂപ മാത്രമാണ്. 2400 കോടി രൂപ ചെലവഴിച്ച് അദാനിക്ക് അവരുടെ 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നതിലൂടെ 13000 കോടിയിലേറെ രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഇടപാടിൽ എത്ര കോടികളുടെ കൈമാറ്റം നടന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം. MSC എന്ന ഷിപ്പിംഗ് കമ്പനി ഭീമൻ തുറമുഖ ഓഹരി കൈയടക്കുന്നതിലൂടെ വിഴിഞ്ഞം പോർട്ട് MSCയുടെ കയ്യിലാകും. മറ്റ് ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ പ്രവേശിക്കാൻ MSC അനുമതി നൽകണമെന്നില്ല. അദാനിയുടെ മുദ്ര പോർട്ടിലും MSCക്ക് ഓഹരിയുണ്ട്. സർക്കാരുമായി പങ്കാളിത്തമില്ലാത്ത മുദ്ര പോർട്ടിലേക്ക് വിഴിഞ്ഞം പോർട്ടിലെ വരുമാനം മാറ്റുന്നതിനും ഇത് വഴിവെക്കും. പോർട്ട് വികസനത്തിനായി ഇടപെടുന്ന പൊതുമേഖലാ കമ്പനികളുടെയും വഴി അടയും. മാത്രമല്ല പോർട്ട് അനുബന്ധ വികസനങ്ങളെയും ഇത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. ഓഹരി കൈമാറ്റ എംപവേർഡ് കമ്മിറ്റി ഇടപെട്ട് പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് കമ്മിറ്റിയിലുള്ളത്. തുറമുഖ സെക്രട്ടറി എഴുതുന്ന ഫയൽ മുഖ്യമന്ത്രിക്കും തുടർന്ന് ധനമന്ത്രിക്കും വീണ്ടും പരിശോധനയ്ക്ക് നിയമമന്ത്രിക്കും എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഈ 3 വകുപ്പുകളും ഒരാളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് മറ്റൊരു വിസ്മയം. ചുരുക്കത്തിൽ VD സതീശന്റെ മനസ്സിലുള്ള പദ്ധതി എംപവേർഡ് കമ്മിറ്റിയിലൂടെ നടപ്പാക്കാനുള്ള തന്ത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇത്തരം ഒരു ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാണ് കരാർ രേഖകൾ. ഈ ഓഹരി വിൽപ്പനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാകുമോ എന്നത് പ്രസക്തമാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ അതിശക്തമായ ജനരോഷം ഉയരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. പലതരത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം, ഇപ്പോൾ അതിൻ്റെ ഉടമ, ആ സ്ഥലത്തിൻ്റെ ഉടമ നമ്മുടെ സർക്കാർ തന്നെയാണെങ്കിലും ഇപ്പോൾ ഇത്ര ഒരു കാലയളവിലേക്ക് അത് അവിടെ വികസനം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അദാനി പോർട്ടിനെ തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സർക്കാരിനെ നേരിട്ട് അവിടെ വലിയ വലിയ ഷിപ്പിങ്ങുകളെ അടുപ്പിക്കാനുള്ള കരാറുകളിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്താൻ സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടുകളാണ് നമുക്കറിയാം അദാനി ഗ്രൂപ്പുകൾ. ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ എല്ലാം കുറേ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന തരത്തിലുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്നറിയാം. ഇതിനെയാണ് കുത്തക കമ്പനികൾക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനുള്ള അപേക്ഷ പുതുക്കി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ്. MSCയുമായുള്ള ഓഹരി കൈമാറ്റത്തിൻ്റെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും സർക്കാർ അനുമതിയോടെ മാത്രമേ അന്തിമ കരാർ ഉണ്ടാകൂവെന്നും അദാനി പോർട്ട് വിശദീകരിച്ചു. സെബിക്ക് നൽകിയ കത്തിൽ പറയുന്നത് പ്രാഥമിക ധാരണയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അനുമതി തേടി സർക്കാരിന് നൽകിയ അപേക്ഷ പരിഗണിക്കുമ്പോൾ പുതുതായി നൽകിയ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അപേക്ഷ നൽകേണ്ടി വന്നതിനാലാണ് വ്യക്തത വരുത്താൻ കഴിയാത്തതെന്നും വ്യക്തമാക്കി. MSCയുമായി ധാരണ ആയിട്ടുണ്ടെന്നും സെബിയുടെ അനുമതി കിട്ടിയെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പ് നേരത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നത്.